കേരളത്തെയാകെ നടുക്കത്തിലും വലിയ ആശങ്കയിലുമായെത്തിയ ഒരു വാർത്ത. ഒരു കുടുംബത്തിലെ 3 പേരെ പെട്ടെന്നൊരു ദിവസം കാണാതാകുക. അവർ സഞ്ചരിച്ച വാഹനം കിലോമീറ്ററുകൾക്കപ്പുറം ഒരു ചുരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുക. എന്താണ് പാലക്കാട് വാണിയംകുളത്ത് സംഭവിച്ചത്? ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി വലിയൊരു ദുരൂഹത ബാക്കിവെച്ച് ആ 3 ജീവനുകൾ എങ്ങോട്ടാണ് മറഞ്ഞുപോയത്? പാലക്കാട് വാണിയംകുളം പണിയൂർ സ്വദേശികളായ ഒരു കുടുംബത്തെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നത്. വാണിയംകുളം കൃഷ്ണകൃപ വീട്ടിൽ ബാബു ഭാസ്കർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ രമാദേവി, ഇവരുടെ മകൻ വിഷ്ണു എന്നിവരെയാണ് കാണാതായത്. ഒരു സാധാരണ ദിവസത്തിലാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ബന്ധുവീട്ടിലെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുകയാണെന്നാണ് ഇവർ അയൽവാസികളോട് പറഞ്ഞിരുന്നത്. എന്നാൽ സന്തോഷത്തോടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയ ആ കുടുംബം പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. ബന്ധുക്കൾക്ക് ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാതെ വന്നതോടെയാണ് അവർ പോലീസിൽ പരാതി നൽകുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ദുരൂഹതകളുടെ ചുരുളുകൾ ഒന്നൊന്നായി നിവരുകയല്ല, പകരം ചോദ്യങ്ങൾ കൂടുകയാണ് ചെയ്തത്. അന്വേഷണത്തിൽ ഇവരുടെ മൊബൈൽ ഫോണുകൾ എല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇവരുടെ ഫോണിൻ്റെ ലൊക്കേഷൻ കാണിച്ചത് സ്വന്തം വീടിരിക്കുന്ന വാണിയംകുളത്തെ പ്രദേശത്ത് തന്നെയായിരുന്നു. അതായത് വീട് വിട്ടിറങ്ങിയ ഉടൻ തന്നെ ഫോണുകൾ ഓഫാക്കപ്പെട്ടു, അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെട്ടു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ ഒരു പിക്കപ്പ് വാഹനത്തിൽ പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കേസിൽ വലിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. ഈ 3 അംഗ കുടുംബം സഞ്ചരിച്ച പിക്കപ്പ് വാഹനം ഒടുവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ അവർ വിചാരിച്ചിടത്തല്ല. പാലക്കാട് നിന്നും ഏറെ ദൂരത്തുള്ള മലപ്പുറം വഴിക്കടവ് ചുരത്തിലാണ് വാഹനം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വഴിക്കടവ് ചുരത്തിലെ ആളൊഴിഞ്ഞ വഴിയിൽ വാഹനം മാത്രം കിടക്കുന്നു. അതിലുണ്ടായിരുന്ന ആ 3 മനുഷ്യർ എവിടെ പോയി? ഷൊർണൂർ പോലീസും വഴിക്കടവ് പോലീസും സംയുക്തമായി ഇപ്പോൾ ആ പ്രദേശത്ത് വ്യാപകമായ തിരച്ചിൽ നടത്തുകയാണ്. എന്താണ് ഇവർക്ക് സംഭവിച്ചത്? ഇവർ എങ്ങോട്ടാണ് പോയത്? കടബാധ്യതകളോ മറ്റെന്തെങ്കിലും മാനസിക പ്രയാസങ്ങളോ ഇവരെ വേട്ടയാടിയിരുന്നോ? ഒരു കുടുംബം മുഴുവൻ ഇങ്ങനെ അപ്രത്യക്ഷമാകുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന സൂചനകൾ ചെറുതല്ല. ഇവരെ ആരെങ്കിലും അപായപ്പെടുത്തിയോ, അതല്ലെങ്കിൽ 3 പേരും ചേർന്ന് സ്വയം മരണത്തിലേക്ക് നടന്നു കയറിയോ എന്നിങ്ങനെ ഒട്ടേറെ പേർക്ക് പലതരത്തിലുള്ള സംശയങ്ങളാണ് ഈ കേസിൻ്റെ വഴിയിൽ പങ്കുവെക്കാനുള്ളത്. ഈ കേസിൽ വലിയ ദുരൂഹത തന്നെയാണുള്ളത്. ഒരു കുടുംബം എന്തിനു വേണ്ടി ആരോടും പറയാതെ സ്വയം മാറി നിൽക്കണം? ഒരിക്കലും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്തായാലും ഇവരെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി കണ്ടെത്താൻ കഴിയട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.